Welcome back to my channel, English Grammar Teaching and Learning. In the last class, we learned personal life of Srikanth Bola, professional life of Srikanth Bola, then his mentors and guides, awards and recognitions received by Srikanth Bola. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. All these are we are studying to prepare questions in order to conduct an interview with ശ്രീകാന്ത് ബോല. അപ്പോൾ ശ്രീകാന്ത് ബോലയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പോയിൻറ്റ്സൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ്, മെൻറ്റേഴ്സ്, ഗൈഡ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമുമായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും പ്രവർത്തിച്ചു. അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച അനുഭവം എന്താണ് എന്നാണ് അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീകാന്ത് ബോലാസ് എൻകൗണ്ടർ വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് എ ഡീപ്ലി ഫോർമേറ്റീവ് മൊമെൻ്റ് ഇൻ ഹിസ് ലൈഫ്. ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ, വളരെ ഡീപ്ലി ഫോർമേറ്റീവ് മൊമെൻ്റ് ഇൻ ഹിസ് ലൈഫ്, ജീവിതത്തിലെ വളരെ നിർണായകമായ, എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നിമിഷമായിട്ട് അദ്ദേഹം കരുതുന്നു. ശ്രീകാന്ത് വൺസ് ഡിക്ലെയർഡ് ദാറ്റ്, ഒരിക്കൽ ശ്രീകാന്ത് ബോല ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഹി വാണ്ടഡ് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എനിക്ക് അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണം എന്ന്. ദിസ് അഡീഷ്യസ് സ്റ്റേറ്റ്മെന്റ്, ഈ ധീരമായ ആ പ്രസ്താവന, ഡോക്ടർ കലാംസ് അറ്റൻഷൻ ഡ്യൂറിങ് എ മെന്ററിംഗ് സെഷൻ ത്രൂ ദി ലീഡ് ഇന്ത്യ 2020 മൂവ്മെന്റ്. ഇപ്പോൾ ലീഡ് ഇന്ത്യ 2020 മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെന്ററിംഗ് സെഷൻ കണ്ടക്ട് ചെയ്തു. ആ സെഷനിൽ പങ്കെടുത്ത ശ്രീകാന്ത് ബോല അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. എന്താണ്? ഐ വാണ്ട് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ ശ്രീകാന്ത് ബോല ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ വിഷ്വലി ഇംപെയർഡ് പ്രസിഡന്റ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിഷ്വലി ഇംപെയർഡ് പ്രസിഡന്റ് ആയി തീരും, അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ദിസ് അഡേഷ്യസ് സ്റ്റേറ്റ്മെന്റ്, അതാണ് ഈ ധീരമായ പ്രസ്താവന കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഞെട്ടിപ്പോയി. അതാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദിസ് അഡേഷ്യസ് സ്റ്റേറ്റ്മെന്റ് കോട്ട് ഡോക്ടർ കലാംസ് അറ്റൻഷൻ ഡ്യൂറിങ് എ മെന്ററിംഗ് സെഷൻ ത്രൂ ദി ലീഡ് ഇന്ത്യ 2020 മൂവ്മെന്റ്. നെക്സ്റ്റ്, Dr. Kalam was moved by Srikanth's courage and clarity of vision. വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു ശ്രീകാന്ത്. അത് കലാം മനസ്സിലാക്കി. കലാം വാസ് മൂവ്ഡ് ബൈ ശ്രീകാന്ത്സ് കറേജ്, അദ്ദേഹത്തിൻ്റെ ആ കരുത്ത്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ വിഷനാണ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നത്, പക്ഷേ ഇൻസൈറ്റ് വളരെ വലുതായിരുന്നു. വളരെ വ്യക്തതയുള്ള കാഴ്ചപ്പാടിൽ വളരെ വ്യക്തതയുള്ള ധീരനായ ഒരു വ്യക്തിയാണ് എന്ന് കലാം മനസ്സിലാക്കി. ഇൻ സ്പീച്ച് ഹി ഷെയർഡ് ഹൗ ഇൻസ്പയർഡ് ഹി വാസ് ബൈ ദിസ് യങ് ബോയ്. അദ്ദേഹം പല പ്രസംഗങ്ങളിലും എങ്ങനെയാണ് ഈ കുട്ടി അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്ന് വിവരിച്ചിട്ടുണ്ട്. ഡെസ്പൈറ്റ് ഹിസ് ഡിസബിലിറ്റി സ്പോക്ക് ഓഫ് ലീഡിങ് ദി നേഷൻ. അതായത് ഇങ്ങനെ കാഴ്ച വൈകല്യമുള്ള ഈ വ്യക്തി ഇന്ത്യയുടെ പ്രസിഡന്റായി തീരണമെന്ന് ആഗ്രഹിക്കുക, അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധീരമായ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആകർഷിച്ചത്. ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾ കഴിഞ്ഞു, ശ്രീകാന്ത് റിഫ്ലക്റ്റഡ് ഓൺ ദിസ്, ഈ ഒരു വസ്തുത, എനിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണം, അതെനിക്ക് ആഗ്രഹം, അല്ലെ എൻ്റെ ആഗ്രഹമാണെന്ന് പ്രകടിപ്പിച്ചത് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം, സെയിങ് ദാറ്റ് ഡോക്ടർ കലാംസ് ലൈഫ് ആൻഡ് വേർഡ്സ് ഗവ് ഹിം ദി കോൺഫിഡൻസ് ടു ആർട്ടിക്കുലേറ്റ് ഹിസ് അംബിഷൻ വിതൗട്ട് ഫിയർ. ഒരു ഭയവും കൂടാതെ തന്നെ എനിക്ക് ഇന്നാരായി തീരണം,
എന്നൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു മനോധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസവും അദ്ദേഹത്തിന് നൽകിയത് അബ്ദുൽ കലാമിൻ്റെ ജീവിത രീതിയും അല്ലെങ്കിൽ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. So, Dr. Kalam was moved by Srikanth's courage and clarity of vision. In speech, he shared how inspired he was by this young boy who, despite his disability, spoke of leading the nation. Years later, Srikanth reflected on this in an interview, saying that Dr. Kalam's life and words gave him the confidence to articulate his ambition without fear. ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്ടർ കലാമായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് അക്കൗണ്ട്. അടുത്ത പോയിന്റ്, ബീങ് ആൻ എംപ്ലോയർ ആൻഡ് നോട്ട് ആൻ എംപ്ലോയി. ഒരു തൊഴിലാളി ആയിരിക്കുക അല്ലെങ്കിൽ ഒരു ജീവനക്കാരനായിരിക്കുകയല്ല, മറിച്ച് ഒരു തൊഴിൽ ഉടമയായിരിക്കുക. അപ്പോൾ ഇവിടെ ശ്രീകാന്ത് പോല ഒരു തൊഴിൽ ഉടമയാണ്, അല്ലെങ്കിൽ ഒരു ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, എന്റർപ്രനൂറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പോയിന്റ്. ശ്രീകാന്ത് പോല ഹാസ് ഓഫൺ എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ ദം. ശ്രീകാന്ത് പോലയെ സംബന്ധിച്ച് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല, അവസരങ്ങൾ പലപ്പോഴും സൃഷ്ടിക്കുകയായിരുന്നു. ശ്രീകാന്ത് പോല ഹാസ് ഓഫൺ എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹം മിക്കപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നത്. റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ ദം, അല്ലാതെ അവസരങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നില്ല ശ്രീകാന്ത് പോലെ ചെയ്തത്. പിന്നെയോ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. വെൻ ഹി വാസ് ഡിനൈഡ് എ ഹോൾ ടിക്കറ്റ് ഫോർ ദി IIT എൻട്രൻസ് എക്സാം, അതായത് IIT എൻട്രൻസ് എക്സാമിന് അദ്ദേഹത്തിന് ഹാൾ ടിക്കറ്റ് നിരസിച്ചപ്പോൾ Srikanth realized that many people with disabilities were just denied education, but also meaningful employment. അപ്പോൾ ഈ ഒരു അനുഭവം, അതായത് IIT എൻട്രൻസ് എക്സാമിന് അദ്ദേഹത്തിന് ഹാൾ ടിക്കറ്റ് ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഈ രാജ്യത്തുള്ള ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഡിസബിലിറ്റി ഉള്ള വികലാംഗരായിട്ടുള്ള ഒരുപാട് പേരുടെ വിദ്യാഭ്യാസം നിരസിക്കുകയല്ല, അവർക്ക് ലഭിക്കേണ്ട അർത്ഥവത്തായ ജോലികൾ പോലും ഇതിലൂടെ നിരസിക്കപ്പെടുന്നു എന്ന് വസ്തുത അദ്ദേഹം തിരിച്ചറിഞ്ഞു. നെക്സ്റ്റ്, പിന്നെ അദ്ദേഹം പറയുന്നത്, കമ്പാഷൻ ഈസ് നോട്ട് അബൌട്ട് ഗിവിംഗ് എ കോയിൻ ടു എ ബെഗർ അറ്റ് ദി ട്രാഫിക് സിഗ്നൽ. കമ്പാഷൻ അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത് ഒരിക്കലും ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന ഒരു ഭിക്ഷക്കാരന് ഒരു നാണയം കൊടുക്കുന്നതല്ല. ഇറ്റ് ഈസ് ഷോയിങ് സംബഡി ദി വേ ടു ലിവ് ആൻഡ് ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റി ടു ലിവ്. പിന്നെന്താണ്, ഇറ്റ് ഈസ് ഷോയിങ് സംബഡി ദി വേ ടു ലിവ്, ആർക്കെങ്കിലും ജീവിക്കാനുള്ള ഒരു അവസരം നൽകുക. ഇറ്റ് ഈസ് ഷോയിങ് സംബഡി ദി വേ ടു ലിവ്, അല്ലെങ്കിൽ ആ ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കുക. ആൻഡ് ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റി ടു ത്രൈവ്, അങ്ങനെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളെ അവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള അവസരങ്ങൾ നൽകുക. കമ്പാഷൻ ഈസ് നോട്ട് അബൌട്ട് ഗിവിംഗ് എ കോയിൻ ടു എ ബെഗർ അറ്റ് ട്രാഫിക് സിഗ്നൽ. ഇറ്റ് ഈസ് ഷോയിങ് സംബഡി ദി വേ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഷോയിങ് മീൻസ് കമ്പാഷൻ ഈസ് ഷോയിങ് സംബഡി ദി വേ ടു ലിവ്, ജീവിക്കാനുള്ള ആളുകൾക്ക് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക. ദ ഓപ്പർച്യൂണിറ്റി ടു ലിവ്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ, വഴി കാണിച്ചു കൊടുക്കുക, അവസരങ്ങൾ നൽകുക. അതുപോലെ തന്നെ അങ്ങനെ അവസരം ലഭിച്ചവർക്ക് ഓപ്പർച്യൂണിറ്റി ടു ത്രൈവ്, അവരെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന ഒരു യാചകന് ഒരു നാണയം കൊടുക്കുന്നതല്ല കാരുണ്യം എന്നാണ് ശ്രീകാന്ത് പോല പറയുന്നത്. So I hope that you understood being an employer and not an employee എന്നുള്ള കൺസെപ്റ്റും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ Abdul Kalam. So please share, subscribe and support me. Thank you so much.